Welcome to Club FM. Nice to meet you. Nice to meet you. Welcome to Club FM. Nice to meet you. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു റീല് കണ്ടായിരുന്നു നിർമ്മൽ. ഒരു ഫുഡ് ബില്ല് കിട്ടുന്ന സമയത്ത് അതിൽ ഈ GST എന്ന് കാണുന്ന പരിപാടി നമ്മൾ ആക്ച്വലി ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ ആസ് എ കോമൺ മാനിന് മനസ്സിലാവത്തക്ക രീതിയിൽ എന്താണ് GST എന്ന് ഞാൻ ചോദിച്ചത് നിർമ്മൽ എന്ത് പറയും? രണ്ട് തരം ടാക്സ് ആണ് നമ്മൾ ശരിക്കും ഗവൺമെന്റ് നമ്മുടെ അടുത്ത് മേടിക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, അതായത് ഞാനിപ്പോൾ 10 ലക്ഷം രൂപ ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് 1 ലക്ഷം രൂപ ഗവൺമെന്റ് മേടിക്കുന്നു. രണ്ടാമത്തതാണ് ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റ് ടാക്സിൽ പണ്ട് 2017 മുമ്പ് നമുക്ക് പലതരം ടാക്സുകൾ ഉണ്ടായിരുന്നു. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധനം മേടിച്ചാൽ സെയിൽസ് ടാക്സ് ഉണ്ട്, ഞാനൊരു ഹോട്ടലിൽ പോയി താമസിച്ചാൽ സർവീസ് ടാക്സ് ഉണ്ട്, ഞാനൊരു സിനിമ കണ്ടാൽ അതിന് എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ട്, വേറെ സ്റ്റേറ്റിലോട്ടൊരു സാധനം വിടുവാണെങ്കിൽ അതിന് എൻട്രി ടാക്സ് ഉണ്ട്. ഇങ്ങനെ പലതരം ടാക്സുകളായിരുന്നു. അപ്പൊ അതിലുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാക്സുകൾ സ്റ്റേറ്റ് അനുസരിച്ച് മാറുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഞാൻ സിനിമ കാണുവാണെങ്കിൽ 10% കൊടുക്കുന്നെങ്കിൽ തമിഴ്നാട്ടിൽ പോകുമ്പോൾ അത് 15% ആവുന്നു, മഹാരാഷ്ട്ര പോകുമ്പോൾ അത് 18% ആവുന്നു. അങ്ങനെ അടിമുടി കോംപ്ലക്സ് ആയിട്ട് കിടന്ന ഒരു ടാക്സ് സിസ്റ്റം ആയിരുന്നു. അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇന്ത്യ മുഴുവൻ ഒറ്റ സിസ്റ്റം കൊണ്ടുവരാനാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ GST എന്ന് പറഞ്ഞ സിസ്റ്റം കൊണ്ടുവന്നത്. അതിന്റെ അകത്ത് ഇന്ത്യ മുഴുവൻ 5 റേറ്റുകളുള്ളൂ GSTയിൽ. ഒന്ന് 0% ടാക്സ് റേറ്റ്, 2 5%, 3 12%, 4 18%, 5 28. ഈ 5 ടാക്സ് ലാബിനടുത്ത് വരുന്നത് വളരെ മീനിങ് ഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തെടുത്താണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് വേണ്ട സാധനങ്ങൾക്ക് പൊതുവെ ടാക്സ് കുറവാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു പാക്കറ്റ് പാല് മേടിക്കുന്നു, അല്ലെ തൈര് മേടിക്കുന്നു, അല്ലെങ്കിൽ മുട്ട മേടിക്കുന്നു, 0% ടാക്സ് റേറ്റ് ആണ്. വീട്ടോട് കുറച്ച് പഞ്ചസാര മേടിക്കുന്നു, തേയില മേടിക്കുന്നു, 5% ടാക്സ് റേറ്റ് ഉള്ളൂ. പക്ഷെ ഒരു BMW കാർ മേടിക്കണമെങ്കിൽ അവിടെ 28% ടാക്സ് റേറ്റ് ആണ്. സോ അങ്ങനെ മീനിങ് ഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തെടുത്തുള്ള ഒരു സിസ്റ്റമാണ് GST എന്ന് പറഞ്ഞാൽ. ഇന്ത്യ മുഴുവൻ ഒറ്റ ടാക്സ് റേറ്റ്, ഒറ്റ പേര്, ഇനി പല പല പേരുകളിലെ GST മാത്രം. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു ബില്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് പരമായിട്ട് നമ്മൾ ആ ബില്ലിൽ എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഓക്കെ, അത് സിമ്പിൾ ആണ്. 3-4 സ്റ്റെപ്സിൽ ഏതൊരാൾക്കും ഇത് ക്ലാരിഫൈ ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത്, ഒരു ബില്ല് കിട്ടിയാൽ ആ ബില്ലിൽ GST നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. GST നമ്പർ എന്ന് പറഞ്ഞാൽ ബില്ലിന്റെ മേളിലോ താഴെയായിട്ട് 15 ഡിജിറ്റ് വരുന്ന ഒരു ആൽഫ ന്യൂമറിക് നമ്പർ, അതായത് ആൽഫബറ്റ് നമ്പേഴ്സോട് ചേരുന്ന 15 അക്കം ഉള്ള ഒരു നമ്പറാണ്. ഈ നമ്പർ ഇല്ലെങ്കിൽ കാശ് കൊടുക്കരുത്. കാശ് കൊടുക്കരുത്. നമുക്ക് അടി ഉണ്ടാക്കാം അല്ലേ ചേട്ടാ, അതേ GST നമ്പർ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ചോദിക്കാം. നമ്പർ ഇല്ല, അതെ, GST നമ്പർ ഇല്ല എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. 2, ഇനി അഥവാ GST നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോ സംശയത്തോടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ കള്ളത്തരം കാണിച്ചു നമുക്ക് സംശയം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ കാണിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ GST പോർട്ടൽ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ GST പോർട്ടൽ കിട്ടും. അതൊരു ബോക്സ് ഉണ്ട്, അതിൽ ഈ നമ്പർ, ഈ 15 ഡിജിറ്റ് നമ്പർ കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടൊന്ന് സെർച്ച് ചെയ്യുക. അപ്പം GST നമ്പർ ഇൻവാലിഡ് എന്ന് എഴുതി കാണിക്കുവാണെങ്കിലും നമ്മൾ കാശ് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, ചിലവരപ്പോ GST നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പറൊക്കെ ബില്ലിൽ അടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് ഒറിജിനൽ ആയിരിക്കില്ല എന്ന് മാത്രം. ഒറിജിനൽ ആയിരിക്കില്ല, ഒരു പക്ഷേ റെയർ കേസ് ആണ്. പക്ഷെ അങ്ങനെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് GST പോർട്ടലിൽ പോയി നമ്പർ ഇട്ട് ചെക്ക് ചെയ്യാം. ഇൻവാലിഡ് എന്ന് കാണിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ റേസ് ചെയ്യാവുന്നതാണ്. ഇനി വാലിഡ് ആണെന്ന് വിചാരിക്കാം, നമ്മൾ ഈ നമ്പർ ചെക്ക് ചെയ്ത് അവിടെ വാലിഡ് ആണെന്ന് കാണിച്ചു. അവിടെ നമുക്ക് 2 കാര്യം കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. ഇനി ഈ വാലിഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ടാക്സ് പെയർ സ്റ്റേറ്റസ്. നമുക്ക് വായിക്കാം. സ്റ്റേറ്റസിന്റെ അവിടെ ആക്റ്റീവ്, ഇനാക്റ്റീവ് 2 ഓപ്ഷനുള്ള. ടാക്സ് പെയർ സ്റ്റേറ്റസ് ആക്റ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇനാക്റ്റീവ് ആണെങ്കിൽ അവിടെയും നമുക്ക് ക്വസ്റ്റ്യൻ റേസ് ചെയ്യാം. അതൊരു ആക്റ്റീവ് ടാക്സ് പെയർ അല്ല. നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ട ഈ റീലിൽ പറയുന്നത് ഫുഡ് ബില്ലിൽ കാണുന്ന GST ആക്ച്വലി നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്. ഇഫ് നമ്മൾ പോയിട്ട് ഈ പറയുന്ന ഒരു ഗവൺമെന്റിന്റെ GST പോർട്ടലിൽ പോയിട്ട് ആ ബില്ലിലുള്ള GST നമ്പർ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും റെഗുലർ ആണോ കോമ്പോസിറ്റ് ആണോ ഈ പറയുന്ന റെസ്റ്റോറൻറ്റ് എന്നുള്ളത്. അപ്പോൾ അത് റെഗുലർ ആണെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നു പേ ചെയ്യണം, കോമ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നു പേ ചെയ്യണ്ട. ബട്ട് വൈ, അത് എന്തുകൊണ്ടാണ്? അതൊന്നും നമുക്ക് ക്ലിയർ ചെയ്ത് തരുമോ? എന്ത് തരം ടാക്സ് പെയർ ആണ്? റെഗുലർ ആണോ കോമ്പോസിറ്റ്? റെഗുലർ എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ GST കൊടുക്കണം. കോമ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണ്ട. ഗവൺമെന്റിന്റെ ഒരു സ്കീം അനുസരിച്ച് 1.5 കോടി വരെ, സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിക്കുന്ന ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് 1.5 കോടി വരെ ആയിരിക്കും അവർക്ക് വിറ്റുവരവുള്ളത്, കച്ചവടമുള്ളത്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് കോമ്പോസിറ്റ് സ്കീം എന്ന് പറഞ്ഞ സ്കീം ഓപ്റ്റ് ചെയ്യാം. അത് നിർബന്ധമല്ല, ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ ഓപ്റ്റ് ചെയ്യുന്നവര് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് പൈസ മേടിക്കരുത്. അവർ ഡയറക്റ്റ് ഗവൺമെന്റിന് അവരുടെ കച്ചവടം അനുസരിച്ച് കൊണ്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ആനുവലി 1.5 കോടിയുടെ ടേൺ ഓവർ വരുന്ന സാധാരണ ഒരു റെസ്റ്റോറന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കോമ്പോസിറ്റ് എന്ന് പറയുന്ന പരിപാടി ടാക്സ് പേയ്മെന്റ് മോഡ് പിടിക്കാം, അങ്ങനെയാണ്. 1.5 കോടി വരെ, 1.5 കോടിക്ക് മേളിൽ പോയതിനുള്ള ഓപ്ഷൻ ഇല്ല. 1.5 കോടി വരെയാണ് അവരുടെ വിറ്റുവരവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഓപ്ഷൻ ഉണ്ട് കോമ്പോസിറ്റ്. പക്ഷെ അതിലും തട്ടിപ്പ് കാണിക്കുന്നുണ്ട്. കോമ്പോസിറ്റ് ആണെങ്കിൽ നിയമം പറയുന്നത് അവരുടെ ബില്ലിലും അവരുടെ നോട്ടീസുകളിലും അവരുടെ ആഡുകളിലും കോമ്പോസിറ്റ് ടാക്സ് പെയർ എന്ന് കാണിച്ചിരിക്കണമെന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയാണ് അവർ ബില്ലിൽ കാണിക്കണമെന്നാണ് നിയമം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് നമുക്ക് മനസ്സിലാവും കോമ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ബില്ലിൽ GST കാണുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചോദ്യം ചെയ്യാം എന്നുള്ളത്. തീർച്ചയായിട്ടും റെസ്റ്റോറൻറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
റെഗുലർ സ്കീം ആകുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് നിന്ന് മേടിച്ചാണ് കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് ഇച്ചിരി കംപ്ലയൻസ് ഉണ്ട്. അതായത് മാസം റിട്ടേൺ അടയ്ക്കണം, എല്ലാ ഡോക്യുമെന്റ്സും ബിൽസും സൂക്ഷിച്ചു വെക്കണം. അങ്ങനെയുള്ള കുറച്ച് മെനക്കേട് ഒഴിവാക്കാനായിട്ട് ചിലർ കോമ്പോസിറ്റ് സ്കീമിലോട്ട് മാറും. ചെറിയ റെസ്റ്റോറന്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ ചാടിക്കേറി തർക്കിക്കാൻ നിൽക്കരുത്. ഒന്ന് ചെക്ക് ചെയ്യുക, കോമ്പോസിറ്റ് ആണോ റെഗുലർ ആണോ ഇവർ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതറിയാനാണ് GST പോർട്ടൽ. GST ആയാലും നമ്മുടെ GST ആയാലും സെയിം തന്നെയാണ്, സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെ. 5% ടാക്സ് ആണ് ചെറിയ റെസ്റ്റോറൻറ്റ്സിലൊക്കെ വരുന്നത്. അത് സെൻട്രലിലോട്ട് പോകുന്ന 2.5%, സ്റ്റേറ്റിലോട്ട് പോകുന്ന 2%. നമ്മളെ ബാധിക്കത്തില്ല. 5% നമ്മൾ എന്തായാലും റെഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. കോമ്പോസിറ്റ് ആണെങ്കിൽ ഇത് രണ്ടും ബാധിക്കുന്ന കാര്യമല്ല. ഇല്ല, ബാധിക്കത്തില്ല. നമ്മൾ സിമ്പിൾ ആണ്. ഇപ്പൊ റെഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിക്കുന്നു, ഞാൻ 100 രൂപയ്ക്ക് കഴിച്ചു, അവിടെ ഞാൻ 5 രൂപ കൊടുത്തു. ട്വിങ്കിൾ 1000 രൂപയ്ക്ക് കഴിക്കുന്നു, 50 രൂപ കൊടുത്തു. 3-4 ഫാമിലി ചേർന്ന് 10,000 രൂപയ്ക്ക് കഴിക്കുന്നു, 500 രൂപ കൊടുക്കുന്നു. അങ്ങനെ 555 രൂപ. അതെ, ഈ 3 ട്രാൻസാക്ഷൻ ഒരു മാസം ഉള്ളതെന്ന് വിചാരിക്കുക. ഈ 3 ട്രാൻസാക്ഷന് കിട്ടുന്ന 555 രൂപ ഒരാ മാസം അടച്ചിരിക്കണം. ഇതാണ് റെഗുലർ സ്കീമിൽ. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നത്. പക്ഷെ കോമ്പോസിറ്റ് സ്കീമിൽ കസ്റ്റമറിന്റെ അടുത്ത് മേടിക്കാൻ പാടില്ല. സിമ്പിൾ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നിർമ്മൽ, നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന്. ആ ഒരു ചെറിയ ഡൗട്ട് വലിയ കാര്യമായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തന്നേനു. മീൻസ് എ ലോട്ട്. താങ്ക് യു. Okay, thank you. Welcome to Club FM. Nice to meet you. Nice to meet you. Welcome to Club FM. Nice to meet you.